ഓർത്തഡോക്സ് സഭാ അധ്യക്ഷന്റെ ആഹ്വാനം ഏറ്റെടുത്ത് പത്തനംതിട്ട ചന്ദനപ്പള്ളി വലിയ പള്ളി പെരുന്നാളിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് ഉപേക്ഷിച്ച് ആ തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും. ബോധവൽക്കരണത്തിലൂടെ എല്ലാ പള്ളികളിലും വെടിക്കെട്ട് ഒഴിവാക്കാനുള്ള തീരുമാനം നടപ്പാക്കുമെന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. കൃഷ്ണമോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഉപജീവനത്തിന് വകയില്ലാതെ അടക്കം മറ്റുള്ളതായിരിക്കുന്ന അല്ലെങ്കിൽ വെടിമരുന്നുമായിട്ട് മുഷിഞ്ഞ വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന പാവപ്പെട്ടവരാണ് കുരുതി എടുക്കപ്പെടുന്നത് എന്നുള്ളത് മനുഷ്യ മനസാക്ഷിയെ ഉണർത്തേണ്ട കാര്യമാണ്. ശുഭ്രവസ്ത്രധാരികളായി നമ്മൾ സന്തോഷിക്കുന്നതിന് വേണ്ടി പാവപ്പെട്ടവർ ഗതിയില്ലാത്തവര് കുരുത്തി കൊടുക്കപ്പെടുന്ന ഒരു അവസ്ഥ നിശ്ചയമായിട്ടും നമ്മുടെ ബോധങ്ങളെയും വിചാരങ്ങളെയും ഉണർത്തേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ബോധനം നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് എല്ലാവരോടും പറഞ്ഞത്. ഒരു നിയമം കൊണ്ട് നടപ്പാക്കാനല്ല ഉദ്ദേശിക്കുന്നത്, കൽപ്പന കൊണ്ട് നടപ്പാക്കാനല്ല, ബോധവൽക്കരണം കൊണ്ട് അത് നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആഗോള തീർത്ഥാടന കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. ചന്ദനപ്പള്ളി വലിയ പള്ളി മതസൗഹാർദ്ദത്തിന് വരെ പേരുകേട്ട പള്ളിയാണ്. ഇവിടുത്തെ പെരുന്നാളടക്കം വളരെ പ്രശസ്തമാണ്. മെയ് 7-8 തീയതികളാണ്. ഇക്കുറി അത് കൂടുതൽ പ്രശസ്തവും ഒപ്പം തന്നെ വളരെ ദീപ്തവുമാവുകയാണ്. പ്രത്യേകിച്ച് സഭാ അധ്യക്ഷൻ തന്നെ, ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ തന്നെ ആ തീരുമാനം പ്രഖ്യാപിക്കുന്നു. ഇവിടുത്തെ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഇത്തവണ തൃശ്ശൂരടക്കം സാഹചര്യം പരിഗണിച്ചുകൊണ്ട് വെടിക്കെട്ട് പൂർണ്ണമായി ഉപേക്ഷിക്കാനുള്ള തീരുമാനം ആദ്യമായി കൈക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പള്ളി ഭാരവാഹികളും ഇവിടുത്തെ വികാരി അടക്കമുള്ള ആളുകളുമുണ്ട്. ബാബ തിരുമേനി തന്നെ ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മൾ ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം? തൃശ്ശൂരിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ ബാബ തിരുമേനിയുടെ ആഹ്വാനത്തെ ഞങ്ങൾ ഇടവക ഒന്നടങ്കമായി അത് സ്വീകരിക്കുകയും ഇന്നലെ കൂടിയ മാനേജിംഗ് കമ്മിറ്റി പള്ളിയുടെ കോമ്പൗണ്ടിലോ പള്ളി ചെലവിലോ ഈ വർഷത്തെ പെരുന്നാളിന് യാതൊരുവിധമായ വെടിക്കെട്ടുകളും നടത്തേണ്ട എന്നുള്ള ഒരു നല്ല തീരുമാനത്തിലേക്ക് എത്തുവാനായിട്ട് സാധിച്ചു. സാധാരണ ഈ വെടിക്കെട്ടിനൊക്കെ ഒരുപാട് പണം ചെലവിടുന്നതാണോ? ഏതാണ്ടൊരു 1.5 ലക്ഷം രൂപയോളമുള്ള ചെലവാണ് നമ്മൾ ഈ വർഷം പ്രതീക്ഷിക്കുന്നത്. ആ പൈസ പൂർണ്ണമായിട്ട് ഒരു ഭവന നിർമ്മാണത്തിന് വേണ്ടി മാറ്റുകയാണ്. മാനേജിംഗ് കമ്മിറ്റി എല്ലാവരും ഒന്നടങ്കം ഈ തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ബാബ തിരുമേനിയുടെ ഈ ഒരു ചലഞ്ചിനെ വളരെ സന്തോഷത്തോടെ ഇടവക ഏറ്റെടുത്തിരിക്കുകയാണ്. പെരുന്നാളിൻ്റെ ഒരു ചടങ്ങിനും കുറവ് വരുത്താതെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകുക എന്നുള്ളതാണ് ഇടവകയുടെ മൊത്തം തീരുമാനം. മറ്റു പള്ളികളും ഈ നമ്മളുടെ ഒരു തീരുമാനത്തിൽ പരിശുദ്ധ ബാബ തിരുമേനിയുടെ ഈ സ്നേഹ ചലഞ്ചിലേക്ക് പങ്കെടുക്കണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അതനുസരിച്ചാണ് നമ്മളുടെ ഇടവക ഒന്നടങ്കമായിട്ട് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പള്ളിയിലെ ഭാരവാഹികളും ഒപ്പം തന്നെ വികാരി അടക്കമുള്ള ആളുകളും ആ ഒരു തീരുമാനത്തോട് ബാബ തിരുമേനി പറഞ്ഞത് ഒരു കൽപ്പനയല്ല, ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ എല്ലാ പള്ളികളിലേക്കും അത് നമ്മൾ തുടക്കമിടുകയാണ്. എല്ലായിടത്തും നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് സഭ നീങ്ങുന്നത്. അത് ആദ്യഘട്ടം എന്ന രീതിയിൽ ചന്ദനപ്പള്ളി വലിയ പള്ളിയിൽ നിന്ന് ആ തീരുമാനത്തിൽ തുടക്കമിടുകയാണ്. ചന്ദനപ്പള്ളിയിൽ നിന്ന് പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.